ഹലോ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് കരിപ്പൂര് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലാണ്. ഇന്ന് ഞങ്ങളിവിടെ വന്നത് തിരുവനന്തപുരം സരികയുടെ കിരാത പെരുമാൾ എന്നൊരു നൃത്ത ബാലെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അതെ. നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ സുനിൽ കാട്ടിലും തിരുവനന്തപുരം സരികയും ചേർന്ന് അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ നൃത്ത ബാലയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ LED വാർഡുകളാൽ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം. ഇത് കാണാനെത്തിയിരിക്കുന്ന ജനങ്ങളെ നിങ്ങൾ കണ്ടല്ലോ. അത്രയും ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാം തന്നെയായിരുന്നു. പ്രോഗ്രാം കാണുന്നതിനിടയിൽ ഒരു ആൾ പോലും ഇതുവരെ എണീക്കാത്ത രീതിയിലിരുന്ന് കണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്ന ഇതുപോലെ സ്റ്റേജിന് മുൻവശം ഒഴിയാതെ ഇരുന്ന ജനങ്ങൾ കണ്ടിട്ട് പോയ ഒരു പ്രോഗ്രാം ഇതെന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ. അത്രയും വളരെ മനോഹരമായിരുന്നു. ആസുര താണ്ഡവം എന്ന മെഗാ ഹിറ്റ് നൃത്തബാലയ്ക്ക് ശേഷം നമ്മുടെ തിരുവനന്തപുരം സരിക അണിയിച്ചൊരുക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ നൃത്ത നാടകമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കിരാത പെരുമാൾ എന്ന് പറയുന്ന പ്രോഗ്രാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഒരു നൃത്ത ബാലയാണോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയത്തില്ല. ഒരു മെഗാ ഷോ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ LED വാളും അതുകൂടാതെ തന്നെ നമ്മുടെ കലാകാരന്മാരുടെ ഒരു അഭിനയ പ്രകടനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോമഡി ഷോയോ ഒരു നാടകമോ അതല്ലെങ്കിൽ ഒരു പാട്ടോ നമ്മൾ എന്ത് കണ്ടാലും കിട്ടാത്ത ഒരു അനുഭൂതി നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ കിട്ടും. എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഗാനങ്ങളും അടിപൊളിയായിട്ടുള്ള അഭിനയ രംഗങ്ങളും നല്ല നൃത്ത ചുവടുകളും സത്യം പറഞ്ഞാൽ ഒരു മെഗാ ഷോയിലുള്ള ഏകദേശമുള്ള എല്ലാം നമുക്ക് ഇതിൽ തന്നെ കാണാൻ കഴിയും അല്ലേ. എപ്പോഴും വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സമിതിയാണ് നമ്മുടെ തിരുവനന്തപുരം സരിക എന്ന് പറയുന്നത്. ഇത്തവണയും അവർ അതുപോലെ തന്നെയാണ് കേട്ടോ. ഇതുവരെയും നമ്മളാരും കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മളാരും ശ്രദ്ധിക്കാതെ പോയ ഏടുകളിൽ നിന്നും ചീന്തിയെടുത്ത ഒരു കഥയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഈ ആസുര താണ്ഡവം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാതെ പോയാതെ കഥയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കിരാത പെരുമാളും കേട്ടോ. നമ്മൾ കേട്ട് പരിചയപ്പെട്ട കഥകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം, അല്ലെങ്കിൽ ഞങ്ങൾ കേട്ട് പരിചയപ്പെട്ടതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണം കേട്ടോ. നമ്മുടെ ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിന്റെ അതേ ഒരു ഫീൽ നമുക്ക് കിട്ടും അല്ലേ. ആ ഒരു നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായില്ല. ഈ ഒരു 2.5 മണിക്കൂർ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല. സത്യമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ശിവനെയും മഹാവിഷ്ണുവിനെയും കറക്റ്റ് ഒറിജിനാലിറ്റിയോട് കൂടി കാണാൻ കഴിയുന്നത് വ്യത്യസ്തമായ കഥയാണ്. അതെ, നമ്മുടെ ഒരു സ്റ്റേജിനകത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉറപ്പായിട്ട് നിങ്ങൾ കാണുക. താങ്ക്